അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റോക്ക്ഹോമിലാണ്. രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാറ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ ട്രെയിൻ കയറി. നമ്മളൊരു ട്രാവൽ കാർഡ് എടുത്തു. അഡൾട്ടിൻ്റെ കാർഡിന് 24 hours-ന് 180 ക്രോണയാണ് വില. പിന്നെ നമ്മൾ കാർഡ് ആദ്യമായിട്ട് എടുക്കണോണ്ട് 50 ക്രോണ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അങ്ങനെ 230 ക്രോണയാണ് ടോട്ടലായത്. കുട്ടികൾക്ക് ട്രാവൽ കാർഡിൻ്റെ ചാർജ് അടക്കം 1 ഡേ ടിക്കറ്റിന് 160 ക്രോണയാണ് വില. ഗംല സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഓൾഡ് ടൗൺ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ വന്നത്. മോർട്ടൻ സ്റ്റോർസ്വിക് ഗ്രാൻഡ് ആലി ഓഫ് മോർട്ടൻ ടോട്സിക് ഗംല സ്റ്റാൻഡിൽ ഉള്ള ഒരു കുഞ്ഞി ഇടവഴിയാണ്. 37 സ്റ്റെപ്സ് ഉണ്ട്. ഇതാണ് നാരോവസ്റ്റ് സ്ട്രീറ്റ് ഇൻ സ്റ്റോക്ക്ഹോം എന്നാണ് പറയുന്നത്. വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര നാരോ പ്രതീക്ഷിച്ചു. ഇത് പക്ഷേ അത്യാവശ്യം 2 പേർക്കൊക്കെ നടക്കാം. പിന്നെ 37 പടി കയറി ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ നല്ല തിരക്കുണ്ട്. ഇതേപോലെ നമ്മുടെ പോലെ വായിച്ച് വന്നവരായിരിക്കും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ആ സ്ട്രീറ്റിൽ നിന്ന് കയറി ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ലെനിൻ്റെ പടം വെച്ചിരിക്കുന്നത് ചോരുന്നത്. ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇതൊരു സ്വീഡിഷ് പെയിൻറ്ററാണ്. ലെനിനല്ല, കാൾ ലാസൻ. ഇത് റോയൽ പാലസാണ്. ഇവിടെ ചേഞ്ച് ഓഫ് ഗാർഡ്സിൻ്റെ സെറിമണി നടക്കുന്നുണ്ട്. നമ്മളത് കാണാനാണ് വന്നത്. നമ്മളിപ്പോൾ ടോർഗറ്റ് എന്ന് പറഞ്ഞ സ്ക്വയറിലാണുള്ളത്. ഇവിടെയാണ് നോബൽ പ്രൈസ് മ്യൂസിയം ഉള്ളത്. ഇതിൻ്റെ തൊട്ടുപുറകിലാണ് റോയൽ പാലസ് ഉള്ളത്. അവിടെ ചേഞ്ച് ഓഫ് ഗാർഡ് സെറിമണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഉച്ചരിഞ്ഞ് മഴയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ പുറമേ നടന്ന് കാണാൻ പറ്റുന്നതും ഉച്ചരിഞ്ഞ് മ്യൂസിയത്തിലും കയറാമെന്ന് വിചാരിച്ച് പോകുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ മഴയായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ, അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ചേഞ്ചിങ് സെറിമണിയൊക്കെ കണ്ടു. പക്ഷെ വീഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അബ്ബ മ്യൂസിയത്തിൽ പോകാൻ വേണ്ടി മെട്രോ കയറി ഫെറി എടുക്കാൻ വന്നപ്പോഴാണ് ഖത്തറീന എലിവേറ്റർ കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയാണ് ഇന്നലെ നമ്മൾ കറങ്ങി നടന്ന് പരാജയപ്പെട്ടത്. അപ്പം ഇനി ഇത് കണ്ടിട്ട് അബ്ബ മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മുകളിൽ 1 ഇതാ അവിടെയാണ് നമ്മൾ വന്നിറങ്ങിയ ടെർമിനൽ കേട്ടോ. കുറേ ദിവസം മുന്നേ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ വന്നിറങ്ങിയ ടെർമിനൽ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പറഞ്ഞത് ശരിയാട്ടോ, സിറ്റി ഒരുപാട് ദൂരം വരെ കാണാം. രാത്രി ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വഴിക്ക് വന്നിട്ട് ആ പാലം കിടന്നാണ് നമ്മൾ ഇന്നലെ വണ്ടി ഓടിച്ച് പോയത് എന്ന് തോന്നുന്നു. ആ കാണുന്ന ഫെറിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഫെറി എടുത്ത് അപ്പുറത്ത് പോയാലാണ് അബ്ബ മ്യൂസിയം, വൈക്കിംഗ് മ്യൂസിയം, സ്കാൻസനൊക്കെ ഉള്ളത്. ആ ഗോൾഡൻ 2 ടവറുകൾ കാണുന്നതാണ് ഗ്രോണാലുണ്ട് എന്ന് പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഈ ഭാഗം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഈ ക്ലൗഡ്സും കൂടിയാണ് അതിൻ്റെ ഭംഗി കൂട്ടണമെന്ന് തോന്നുന്നു. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടാന്ന് തോന്നുന്നു ചുമപ്പ്. അതേ ബസ്സിന്മേൽ കാണുന്ന അതേ സിമ്പിൾസൊക്കെ ബോട്ടുമേയുണ്ട്. ഈ കാണുന്ന പഴയ കെട്ടിടങ്ങളൊക്കെ ഈ ഗംല സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമാണ്. ആക്ച്വലി അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വന്നാൽ മതിയായിരുന്നു ഫെറി കയറാൻ. നമ്മൾ ജസ്റ്റ് ഇൻ ടൈം ഫെറി കയറി. നമ്മളും കൂടി കയറി കഴിഞ്ഞപ്പോൾ അവർ വാതിലടച്ചു. ഇനിയുള്ളവർ അടുത്തതിന് പോവും. വേറെ ഫെറി ഇല്ലാണ്ടൊന്നുമില്ല. നമ്മൾ വന്ന പോലത്തെ ഷിപ്സാണ് കിടക്കുന്നത്. ആ വലിയ ക്രൂസ് ഷിപ്പിലെ സ്ക്രീൻ കണ്ടോ? ഇവിടുന്ന് എത്ര ദൂരത്തൊന്നും നോക്കിയിട്ട് തന്നെ അത് കാണാനുണ്ട്. അപ്പോൾ ശരിക്കും അത് എന്ത് വലുതാവില്ലേ? എത്ര ദൂരമുണ്ട് നമ്മൾ ആ ബോട്ടും തമ്മിൽ, സോറി ക്രൂസ് ഷിപ്പും തമ്മിൽ. ഈ കാണുന്നതാണ് ഗ്രോണാലുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഉള്ളിലിരുന്ന് ഓളി ഇടുന്നത് ഇങ്ങോട്ട് കേൾക്കാൻ നമുക്ക്. ആ തുടങ്ങോളി. നമ്മൾ അബ്ബ മ്യൂസിയം കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് മുൻകൂട്ടി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവൈലബിൾ ടൈമിങ് 4:30 അങ്ങനെ ഉള്ളൂ.
നമ്മൾ വൈക്കിംഗ് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് പോയി. പക്ഷേ അവിടെ എത്താറായപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു. പിന്നെ ഞങ്ങൾ ട്രാം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇത് ഇവിടെയുള്ള മാക്സിലാണ് ഭക്ഷണം കഴിച്ചത്. കുറച്ചൊരു ഡിഫറെൻറ്റ് രുചി, സാധാരണത്തെ മക്ഡി അല്ലെങ്കിൽ ബർഗർ കിങ്ങിനാട്ടിലൊക്കെ ഒരു വ്യത്യസ്തമായൊരു രുചി. കൊള്ളാം. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ ഒരുപാട് സെറ്റപ്പുകൾ ഇവരുടെയിലുണ്ട്. പലതരത്തിലുള്ള തീവണ്ടികളായി ഇപ്പോൾ കാണുന്നത്. ഇവിടെ മ്യൂസിയങ്ങളുടെ കൂമ്പാരാണ് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എല്ലാത്തിലും കൂടി കയറാൻ നമുക്ക് ടൈമില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു. ബാക്കിയുള്ള അടുത്ത ട്രിപ്പിൽ നോക്കാം. അങ്ങനെ നമ്മൾ വാസ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഷിപ്പ് 1628 അതിൻ്റെ ഫസ്റ്റ് വോയേജ് സമയത്ത് മുങ്ങിപ്പോയതാണ്. 10th August 1628 ഈ ഷിപ്പ് മുങ്ങിയത്. 24th April 1961 തിരിച്ച് ഇത് സർഫസിൽ എത്തിക്കാൻ സാധിച്ചത്. അതിനുശേഷം 4th May 1961 ഇത് ഡ്രൈ ഡോക്കിലേക്ക് എത്തിച്ചത്. അങ്ങനെ 1628 മുതൽ 1961 വരെ 333 വർഷം ഇത് കടലിനടിത്തട്ടിലായിരുന്നു. ഇത് ശരിക്കും പൈററ്റ്സ് ഓഫ് ദി കരീബിയനിലും അങ്ങനത്തെ പീരീഡ് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഷിപ്പ് പോലെ തന്നെ ഉണ്ട്. ഇത് ഒറിജിനൽ. ഇതിൻ്റെ സൈസും ഒക്കെ ഭയങ്കര ഇമ്പ്രസീവാണ്. 69 മീറ്ററാണ് ഈ ഷിപ്പിൻ്റെ നീളം. 12 മീറ്ററോളം വീതിയുണ്ട്. 52 മീറ്ററാണ് ഇതിൻ്റെ പൊക്കം. ഓരോ കൊത്തുപണികളൊക്കെ ഉണ്ട് ഇതിൽ. ഇനി മുകളിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ റിസ്റ്റോറേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. പക്ഷേ താഴത്തേക്കുള്ള ഈ ഭാഗമൊക്കെ ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നു. താഴെയും മുകളിലും പുറകിലും എല്ലാം കൂടിയിട്ട് 54 ഗൺപോർട്ട്സാണ് ഷിപ്പിൽ മൊത്തം ഉള്ളത്. ഇത്ര വലിയ ഷിപ്പ് ഇതെങ്ങനെ മുങ്ങിയെന്ന് വെച്ചാൽ യുദ്ധത്തിൽപ്പെട്ട് മുങ്ങിയതൊന്നുമല്ല. ഇത് പുറത്തിറക്കിയ ദിവസം ഇത് സെയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ ഗൺപോർട്ടൊക്കെ തുറന്ന് വെച്ചിട്ടാണ് സെയിൽ ചെയ്തിരുന്നത്. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കാറ്റടിച്ചിട്ട് ഇത് ചെരിഞ്ഞപ്പോൾ ഈ തുറന്ന് വെച്ച ഗൺപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം അകത്തേക്ക് കയറി. അങ്ങനെ ഇത് മുങ്ങിപ്പോയി. ഇത് ബിൽഡ് ചെയ്ത് ശരിയായ രീതിയിലല്ല, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് മുങ്ങിപ്പോയത്. പക്ഷേ ഈ ഗൺപോർട്ട് അടച്ചു വെച്ചിരുന്നെങ്കിൽ വെള്ളം അകത്ത് കയറില്ലായിരുന്നു. അപ്പോൾ ഈ അന്നത്തെ ഭയങ്കരമായ കാറ്റ് ഷിപ്പ് സർവൈവ് ചെയ്തേനെ എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ഷിപ്പിൻ്റെ മെസ്സേജ് പോർട്ടാണ്. അപ്പോൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാതെ അല്ലെങ്കിൽ ഷിപ്പിൽ വേറൊരാൾക്ക് കയറാതെ തന്നെ ഷിപ്പിൽ നിന്ന് താഴെയുള്ള ബോട്ടുകളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനോ മെസ്സേജസ് കൈമാറാനൊക്കെ പറ്റുന്ന ഒരു കിളിവാതിൽ. ഈ വാസ ഷിപ്പിലെ ലോങ് ബോട്ട് എന്ന് പറയും. ഇത് ഉപയോഗിച്ചിട്ടാണ് കരയിലേക്ക് എന്തെങ്കിലും മെസ്സേജൊക്കെ കൊടുത്തയക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വലിയ ഷിപ്പ് ടഗ് ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലോങ് ബോട്ട്. പുറകോട്ട് വരുമ്പോഴും ഈ കൊത്തുപണികളൊക്കെ ഭീകരം തന്നെ കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ ഷിപ്പിൽ നിന്നുള്ള കുറച്ച് സ്കൾപ്ചേഴ്സാണ് കേട്ടോ. ഗൺപോർട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഷിപ്പിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് കാണുന്ന രൂപങ്ങളുണ്ടല്ലോ, ഇതാ കണ്ട. ഇവിടെ ആ രൂപങ്ങളുടെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്കൾപ്ചേഴ്സൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇത് ആക്ച്വൽ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ലൈറ്റ് പ്രൊജക്ഷൻ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഷിപ്പിൻ്റെ ഒരു 1:10 സ്കെയിൽ മോഡലും ഈ മ്യൂസിയത്തിലുണ്ട്. ഇത് ഭയങ്കര കളർഫുള്ളാണ്. ഇത് വെറുതെ കളർ അടിച്ചിരിക്കുന്നതല്ല. ഏകദേശം 12 വർഷത്തോളം റിസർച്ച് ചെയ്ത് ഈ ഷിപ്പിൽ എന്ത് കളറായിരുന്നു അടിച്ചിരുന്നത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ കളറിൽ ഇത് പെയിൻറ്റ് ചെയ്തതാണ്. ഷിപ്പിനെ കുറിച്ചൊരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പല ഭാഷയിലുണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞു വരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു നില താഴോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ഷിപ്പിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് കാണാം. ഒരുപാട് സപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷിപ്പിൽ നിന്ന് കണ്ടെടുത്ത പലവിധ ഉപകരണങ്ങളാണ്. ഇത് ഷിപ്പിൻ്റെ ഒറിജിനൽ ആങ്കർ കേബിളിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് 1627 സ്റ്റോക്ക്ഹോം ഷിപ്പ് യാർഡിൻ്റെ ഒരു മോഡലാണ്. ഇതാണ് ഹെൽഗെ. ഇത് ശരിക്കുള്ള പേരല്ല കേട്ടോ. ഇദ്ദേഹത്തെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഷിപ്പ് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ കൂടെ പല അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു അസ്ഥികൂടത്തിന് ഇട്ട പേരാണ് ഹെൽഗെ എന്നുള്ളത്. ആ അസ്ഥികൂടത്തിൽ നിന്ന് തലയോട്ടി ഉപയോഗിച്ച് ഒരു ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടാണ് ഈ രൂപം ഉണ്ടാക്കിയെടുത്തത്. ഹെൽഗെ കണ്ടെത്തിയത് ഈ പൊസിഷനിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ആ സ്കെൽട്ടനിലുണ്ടായിരുന്ന
ക്ലോത്ത്സ് ആണ്. ഹെൽഗയുടെ മാത്രമല്ല പല അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ പേര് ഇട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽ 30ഓളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും ആണുങ്ങളായിരുന്നു. 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഹെൽഗയുടെ അസ്ഥികൂടം. ഈ അപകടത്തിൽ മരിച്ചവരുടെ പേരുകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ക്യാപ്റ്റൻ ഹാൻസ് ജോൺസൻ്റെ മാത്രമാണ് പേരറിയുന്നത്. ഇതാണ് യോഹാൻ. ഈ യോഹാൻ എന്നത് ക്യാപ്റ്റൻ ഹാൻസ് ജോൺസൺ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു പഴയ നേവൽ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം ഈ ഷിപ്പിൽ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റായിരുന്നു. ഇതിൻ്റെ മെയ്ഡൻ വോയേജിൽ അദ്ദേഹം ഈ അപകടത്തിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്ഥികൂടമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിന് ഉറപ്പൊന്നുമില്ല. ഈ ഷിപ്പ് പ്രിസർവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ ഇവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ മ്യൂസിയത്തിനുള്ളിൽ നല്ല തണുപ്പാണ്. അതുപോലെ വെളിച്ചം ഭയങ്കര കുറവാണ്. കുറച്ചുകൂടെ വെളിച്ചിട്ട് ഇവിടെ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ പിന്നെ മനസ്സിലായത് ഇതിൻ്റെ പ്രിസർവേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹീറ്റും അതുപോലെ വെളിച്ചത്തിൽ നിന്നുള്ള ലൈറ്റുകളിൽ നിന്നുള്ള ഹീറ്റൊക്കെ ഇതിനെ ബാധിക്കും. അതുകൊണ്ടാണ് വെളിച്ചവും കുറവ്, നല്ല തണുപ്പും. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഷിപ്പിൻ്റെ ബാക്കൊക്കെ നന്നായിട്ട് കാണാം. ഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഡീറ്റെയിൽസും വായിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും വായിക്കാം. ഇതാണ് ഷിപ്പിൽ നിന്ന് സാൽവേജ് ചെയ്തെടുത്ത ഒരു പീരങ്കി. ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഗൺ പോർട്ടൊക്കെ നമുക്ക് കാണാം. എങ്ങനെയായിരുന്നു ഈ ഷിപ്പിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഇതാണ് ഗ്രേറ്റ് ക്യാബിൻ. ഷിപ്പിലെ സീനിയർ ഓഫീസേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്ന ക്യാബിൻ. ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു, കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിയം അടക്കാറായി ഇറങ്ങിപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ നമ്മൾ സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു മോള് കണ്ടു, ഓൺ ദ വേ, മോൾ ഓഫ് സ്കാൻഡിനേവിയ. അപ്പോൾ വാസ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഇത് സ്കാൻഡിനേവിയയിലെ ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളാണ്. അതേപോലെ തന്നെ നോർഡിക്സിലെ ഫസ്റ്റ് 5 ലാർജസ്റ്റ് ഷോപ്പിംഗ് മോൾസിൽ പെടും. പക്ഷേ ഇത്രയൊക്കെ ആയാലും നമ്മുടെ ലുലു മോളിൻ്റെ പകുതി ഉള്ളോട്ടാ. ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി, നല്ല രസമുണ്ട് കാണാൻ. ഇതിനുള്ളിൽ കാർ ഷോറൂം 2 കാണുന്നു. താഴെ ടെസ്ല കണ്ടു. താഴെയാണ് അപ്പുറത്തെ സൈഡിൽ. ഇത് കാഡിലാക്ക്. ഇത് കാഡിലാക്കിൻ്റെ പുതിയ ഇലക്ട്രിക് SUV ആണ്, കാഡിലാക്ക് ലിറിക്. വിശദമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാനൊന്നും ഇപ്പോൾ സമയമില്ല. ഫിൻലൻഡിൽ ഇത് വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് റിവ്യൂ ചെയ്യാം. ഇത് കുറച്ചുകൂടെ വലുതാണ്, കാഡിലാക്ക് വിസ്റ്റിക്. ഇതിനൊരു 3 row SUV ആവാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷേ 5 സീറ്റേ തുറന്നു നോക്കിയപ്പോൾ കണ്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇതിലൂടെ നടന്ന് ആ മുകളിലെത്തിയത്. വണ്ടി രാവിലെ ഇവിടുത്തെ ഈ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിതാ ഇവിടെ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ ട്രാവൽ കാർഡ് മേടിച്ചിട്ട് സ്റ്റോക്ക്ഹോമിലേക്ക് പോയത്. ഇതിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് ഷിപ്പ് എടുക്കാനായിട്ട് ടെർമിനലിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് ചാർജ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഒരു 60% ഒക്കെ ആക്കിയിട്ട് ഇവിടുന്ന് പോകും. പിന്നെ ഫിൻലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. നാളെ നമ്മൾ തിരിച്ച് ഫിൻലൻഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ 3 നോർഡിക് രാജ്യങ്ങളിലൂടെയുള്ള യാത്ര നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.